ഇന്ന് നമ്മൾ സമ്മർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡണ്ടാക്കിനടുത്തുള്ള റേവൻസ് ഡേൽ എന്നൊരു സ്ഥലത്ത് ട്രക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് നാളിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ട്രക്കിംഗ് തുടങ്ങിയിരിക്കുന്നത്. ചെറിയ ട്രക്കിംഗ് ആണ്, വലിയ ട്രക്കിംഗ് ഇതിൽ ചെറുതാണിത്. വലിയ വഴിയൊന്നുമില്ല, ചെറിയ വഴിയാണ്. കാട്ടിനുള്ളിൽ കൂടെ കയറി പോകുന്ന ഒരു ട്രക്കിംഗ് ആണ്. 20 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് എല്ലാവരും ക്ഷീണിച്ചു പോയി. ചേട്ടാ എങ്ങനെയുണ്ട് ഇത് മരം? നമ്മുടെ ഊട്ടി പോയ അവിടുത്തെ പൈൻമരം പോലെ തന്നെ ഉണ്ട്. ഏതൊക്കെ കാട്ടിലൂടെ വഴി തെളിയിച്ചുകൊണ്ട് പോവുകയാണ്. കേരളാന് പിന്നെ പാമ്പും പുലിയും സിംഹവും ഇല്ലാത്ത നമുക്ക് ഏത് കാട്ടിൽ കൂടെ നമുക്ക് ധൈര്യത്തിൽ കയറാം, പേടിക്കണ്ട. കേട്ടോ ഇത് ഇവിടെ കൂടെ അവന്മാർ ബൈക്ക് ഓടിക്കുന്നുണ്ട് കേട്ടോ. മറ്റേ കാട്ടിൽ ഓടിക്കുന്ന ബൈക്കില്ലേ അത് നമ്മൾ റേസിങ് ചെയ്യുന്നുണ്ട് ഇതിലെ കൂടെ. അടിപൊളി. വേണ്ടിട്ട് ആ ട്രാക്ടർ ഇട്ടേക്കുന്നേ കമ്പൊക്കെ അടിപൊളി. അങ്ങനെ വളച്ചെടുക്കാൻ കറക്റ്റ് വളച്ചെടുക്കാൻ വിട്ടേക്കുന്ന ഇത് അടിപൊളി. ദേ കണ്ട മാറിക്കോ. ഹായ് ഗോഡ്, നൈസ് വൺ. ചേ കിട്ടിയില്ല, ദേ പോന്ന്. ദേ പോന്നു, ദേ പോയി. ഞാൻ കാണണം ഓർത്തിയായിരുന്നു. ഇത്ര പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഓർത്തില്ല. അടിപൊളി. ടക്കേന്ന് പോയേ. ഇവിടെ പാലം കണ്ട്, പാലം കാണുമ്പോ പഴയ ഒരു പാലം. അതെ. വാവ് അടിപൊളിയേ, അടിപൊളി. വാവ് പണ്ടത്തെ പാലം, പണ്ടത്തെ പാലം. ഓ അങ്ങോട്ടുള്ള വ്യൂ അത് കണ്ടോ, അങ്ങോട്ട് കണ്ടോ. ഓ ഇതെനിക്കൊന്ന് ഈ മലയിൽ നിന്ന് അടുത്ത മലയിലേക്കുള്ള ഇതിട്ടേക്കുവാ. അടിപൊളി. അത് എനിക്ക് തോന്നുന്നു ഈ മലയിൽ നിന്ന് ഈ പുറകിലത്തെ മലയിലേക്കുള്ള ഒരു കണക്ഷൻ ഇട്ടേക്കുന്നതെന്ന് തോന്നുന്നു. അടിപൊളി. ഇവിടുത്തെ മരമൊക്കെ കുറെ മുറിച്ചിട്ടുണ്ടല്ലോ. എന്തിനാണോ മരം കൂടെ വെട്ടിയിട്ടുണ്ടേ. സാറിന് ഇവിടെ മരം വെട്ടിലൊന്നും കാണത്താണല്ലോ. എന്ത് റിങ് ഓഫ് ഗുള്ളിയമ്പേ. അങ്ങോട്ട് ആരാ കാണിക്കുന്നത്? തിരിച്ചോ കവൺ വലിഞ്ഞ കയറിക്കോ. അതെ, ഒരു ചെറിയൊരു മഴയുടെ മുകളിലേക്ക് വലിഞ്ഞ് കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. സക്സസ്ഫുള്ളി ഡിഡ് ഇറ്റ്. കയറണം, നടക്കണം. ഫോട്ടോ കണ്ട് ഫോട്ടോ ചെറിയ സൂക്ഷിച്ച്. കമോൺ കമോൺ. ഇങ്ങനെ താഴേക്ക് വാ. ഇതില് വാ, ചേട്ടൻ്റെ ഒക്കെ പോ. ചേട്ടൻ്റെ ഒക്കെ പോ. അവിടെ നിക്കട്ടെ, എന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് മാറി പിടിക്കാം. അവിടെ നിന്നാ എനിക്ക് ചെറിയൊരു കല്ല്. ആ കല്ല് ഇളകിയതാ കേട്ടോ. അല്ല ഞാൻ ചവിട്ടി കല്ല് ഇളകിയതാ. അതൊക്കെ കല്യാണമൊക്കെ പിന്നെ കല്യാണമൊക്കെ പിന്നെ ഫസ്റ്റ് മലയിറങ്ങാൻ നോക്ക്. താഴെ ചെല്ലോ നോക്കട്ടെ. അതെ, ഇത് അതൊക്കെ മേലെ. കിട്ടി. അവസാനം ഇവിടെ മുള്ളുകാടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. മുള്ളുകാടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് മുള്ളില്ലാത്ത സ്ഥലത്തോടെ ഇനി നടന്ന് മേലെ കയറുകയാണ്. ഇതൊന്നും തൊടാൻ പറ്റത്തില്ല, മുള്ളാണ്. നോക്കുന്നത് അതിൻ്റെ ടോപ്പിൽ കയറാനാണ്. ആ മലയുടെ ടോപ്പിൽ എത്താൻ ശ്രമിക്കുന്നത്. ആ കാണുന്ന മലയുടെ ആ ടവർ ഉണ്ടോ? ടവർ മേളിൽ കാണുന്നുണ്ടോ? ആ ടവറിൻ്റെ അവിടെ എത്തണം. അതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. വഴിയുണ്ടോ? ഇതിലെങ്ങാനും പോകാറില്ലെന്ന് തോന്നുന്നല്ലേ. ഗൂഗിൾ എടുത്ത
പക്ഷെ നല്ല മുള്ളാട്ടോ. ഒരു സാധനം മുള്ളാണല്ലേ. ഇത് കണ്ട ഇത് കണ്ട ഈ ഉണങ്ങിക്കുന്നല്ല. ഓ ഇതെല്ലാം കൊണ്ട് കീറിപ്പോല്ലേ. അതെ ഒരു വര കിട്ടും. ഇതൊക്കെ മുള്ളാണേ. ഇത് കണ്ട് ഇത് മരം വരുന്നതാ. ഒരു മരത്തിനും തൊടാൻ പറ്റത്തില്ല. എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഫുള്ളും കാടാണ്. കാടിന് നടുക്കാണ് ഇപ്പൊ നിൽക്കുന്നത്. ഒന്നും കാണുന്നില്ല. റേഞ്ച് ഉള്ളെന്നുള്ള വിശ്വാസം മാത്രമേ ഉള്ളു. ഇത് മുള്ള് ഈ കാണുന്നില്ല, മുള്ളാണ്. ട്രക്കിങ് തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എത്തിയിട്ടുണ്ട്. ഈ കാണുന്നെല്ലാം മുള്ളാണ്. ഇതിലെങ്കിൽ തൊടാൻ പറ്റും. ഭയങ്കര ഷാർപ്പാണ് ഇത്. ഞങ്ങൾ ഏകദേശം ടോപ്പ് എത്തിയപ്പോഴാണ് വഴി മിസ്സായത്. ഇവിടെ ചുറ്റിനും മുള്ളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് മേലോട്ട് കയറാൻ പറ്റുന്നില്ല. റെസ്റ്റ് എടുത്തിരിക്കുന്നത്. ഇവിടുന്ന് എല്ലാം കാണുന്ന മുള്ളാണ്. അങ്ങോട്ട് ഇവിടെ ഒട്ടും വഴിയില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങിയിട്ട് എവിടുന്ന് ഡൈവേഷൻ കിട്ടുമെന്ന് നോക്കട്ടെ. എവിടുന്ന് മുള്ള എനിക്ക് കിട്ടും. എനിക്ക് 5 കിട്ടിയിട്ടുണ്ട്. കാല് മുറിഞ്ഞിട്ടുമുണ്ട്. ഷൂ അല്ല മേളില് ലെഗിലൂടെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് കയറിയോ? ഓ സൂക്ഷിച്ച്. ഇനി കുറച്ചും കൂടെ ഉള്ളെന്ന് തോന്നുന്നു. ഏകദേശം എത്തിയെന്ന് തോന്നുന്നേ. ആ പുറകെ കാണുന്ന ടവർ, അവിടെയാണ് ടാർഗറ്റ്. കാണാൻ പറ്റുന്നുണ്ടോന്ന്. ഇത്രയും ഭാഗം കൂടെ നടന്ന് കയറണം. അടിപൊളി വ്യൂ ആണ് കേട്ടോ. താഴെ എഴുതാണ്ടില്ല ചോദിച്ചേട്ടൻ. ഓ ഇവിടും ചെറിയ നടപ്പാത പോലെ വേണം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന കാട്ടിലോട്ട് ഇനി അടുത്ത് കയറാൻ പോകുന്നത്. ഇത്രയും ഭാഗം ഒരു വെട്ടി എല്ലാം ക്ലീൻ ആക്കിയതാണ്. എന്തിനാണെന്ന് അറിയത്തില്ല. ഇത്രയും ഭാഗത്ത് മരമില്ല. ഇവിടെ കാണുന്ന കാട്ടിലോട്ട് ഞങ്ങൾ കയറാൻ പോകുന്നത്. കഴിച്ചു വാ. ഓ ഇവിടെ നിങ്ങൾ വിളിച്ചൊന്നും കേൾക്കത്തില്ല. ആ കാലിലൊന്നും കിട്ടി. ആ കാല് പോയി. ആ ഓ കാലിലൊന്നും കിട്ടി. കാടിനകത്ത് കയറാൻ പോവുകയാണെനി. എന്തായത് ഇവിടെ ആരൊക്കെ വന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. കുക്കിംഗ് എന്ത് നടന്നിട്ടുണ്ട് ഇവിടെ. ആ അടിപൊളി. ഓ നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇമ്പോർട്ടൻറ്റ്. റെസ്റ്റ് എടുക്കുമ്പോൾ കഴിക്കേണ്ട ചെറിയ സ്നാക്സ് എടുക്കുക. ബിസ്ക്കറ്റ് ഉണ്ട്, കോക്കുണ്ട്, കുടിക്കാൻ പാടില്ല. പ്രോട്ടീൻ ഉണ്ട്. റെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മല കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് എടുത്ത്. നീ മഴയൊക്കെ കഴിഞ്ഞ ചുഴലിക്കാറ്റിൽ വീണതായിരിക്കും അല്ലേ. കഴിഞ്ഞ ചുഴലിക്കാറ്റ് വീണായിരിക്കണമല്ലോ. കിട്ടിയോ? വഴി കിട്ടിയോ? ചാടിക്കിട്ട് പോകുന്നുണ്ട്. വഴിയല്ല, വഴിയുണ്ടോ? നോക്കാം, കയറുവാ. അതെ റോഡ് കൊണ്ട് ഇത്ര നേരമായിന്ന്. ആ മുയലാണ് എന്താണല്ലോ. എന്തൊരു പച്ചപ്പ്. അടിപൊളിയല്ല? അല്ല അടിപൊളി സീനറി അല്ലേ. എല്ലാം പച്ചപ്പ്. ഓ ഭാഗ്യം, വഴി കിട്ടി. വഴി കിട്ടി. ആ കേറുവാ. കേറ്. എടുത്തോ? വാ.
അവസാനം ഞങ്ങൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതേ കുറേ കാണുന്ന ഞാൻ ടവറിൻ്റെ കീഴിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഫെൻസിങ് കിട്ടിയതുകൊണ്ട് അങ്ങോട്ട് ഇതിൽ കയറുന്ന അറിയത്തില്ല. അയാൾ വന്ന വഴി കാട്ടിക്കൂടെ ആയതുകൊണ്ട് പ്രോപ്പർ വഴിക്കൂടെ അല്ല നമ്മൾ വന്നത്. ഇനി വഴി കണ്ടുപിടിക്കട്ടെ. എന്തിൻ്റെ ഒരു തലയോട് കിട്ടിയിട്ടുണ്ട്. ആടാണ് എന്തോ ഇത്? ആടായിരിക്കുമല്ലേ ഇത്? എന്തായാലും ഞങ്ങളിത് ടവറിൻ്റെ ഇത് അടുത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു 3 മണിക്കൂർ ട്രക്ക് ചെയ്തിട്ടാണ് മേളിലൂടെ എത്തിയത്. വേണ്ട 3 മണിക്കൂർ ട്രക്കിന് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ്. എല്ലാം ക്ഷീണിച്ചിട്ടുണ്ട്. വഴി വെട്ടി ഇറങ്ങുകയാണ്. വഴി കണ്ടുപിടിക്കണം. എല്ലാം മുള്ളാണ്. ചെറിയ എവിടെ ഇറങ്ങിയോ? വാ, ഞങ്ങക്ക് വഴി കിട്ടി. ചെറിയ വഴി കിട്ടിയിട്ടുണ്ട്. വേണോ റൈറ്റ് സൈഡ് പിടിച്ചു വാ. കണ്ടോ? വാ 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 വാ. ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. ചതുപ്പാണ്. അങ്ങനെ ഞങ്ങൾ രാവൻ സ്റ്റീവ് ട്രെക്കിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ട് ഉണ്ടാക്ക് ന്യൂറി ഭാഗത്തുള്ള ട്രെക്കിംഗ് ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ്. പിന്നെ മസ്റ്റായിട്ടും എല്ലാ എക്യുപ്മെൻറ്റ്സും എടുക്കണം. ഞങ്ങൾക്കാണെങ്കിൽ ഓൾമോസ്റ്റ് മേളിൽ കയറാനായിട്ട് 3.5 മണിക്കൂർ എടുത്ത് മേളിൽ കയറാനായിട്ട്. 2 രീതിയുണ്ട്. ഒന്ന് നോർമൽ വേയിലൂടെ കയറിപ്പോ, ഇല്ലെങ്കിൽ നമ്മൾ കാട്ടിക്കൂടെ കയറിപ്പോകാം. കാട്ടിക്കൂടെ പോകുന്നതിന് ഇച്ചിരി അഡ്വാൻറ്റേജ്, അതൊരു ഇച്ചിരി നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ കാട്ടിക്കൂടെ നടന്നു പോയി തിരിച്ച് ഞങ്ങളുടെ സൈക്കിൾ ട്രാക്കിലൂടെയാണ് തിരിച്ച് നടന്നു വരുന്നത്. ഒരു സൈക്കിൾ മൗണ്ടൻ സൈക്കിളിട്ട് ഒരു റൈഡ് നടത്തുന്ന ഏരിയ ആണ്. അതിലൂടെ തിരിച്ച് നടന്നു വരുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രക്കിംഗ് ഇന്നത്തെ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മാക്സിമം നമ്മൾ 4 മണിക്കൂർ ഒരു അരമണിക്കൂർ എക്സ്ട്രാ എടുത്തിട്ടുള്ളൂ. അപ്പം ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഇത് നൂറി ഡണ്ടാക്ക് ആ ഭാഗത്തുള്ളവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. നിങ്ങൾ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട്. കാർ പാർക്കിംഗ് ഇടുക. അവിടെ നിന്ന് സൈഡിൽ കാണുന്ന വഴികളിൽ മേളിലേക്ക് ഇടുക. സൈക്കിൾ ട്രാക്കിൽ പോകണം ഇച്ചിരി പെട്ടെന്ന് എത്താൻ പറ്റും. ബട്ട് കാട് പിടിച്ച് തന്നെ കയറുക. കാടിൽ കൂടി പോകാൻ അത് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കാട് പിടിച്ച് പോകുന്നതാണ്. പിന്നെ ടെൻറ്റും എല്ലാം കൊണ്ട് ഇവിടെ സെറ്റപ്പ് ചെയ്യണം. എല്ലാവരും ഉണ്ട്. കുറേ ആൾക്കാർ ടെൻറ്റും ചെയ്യുന്നുണ്ട്. ഫുഡൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ മാക്സിമം കൊണ്ടുവന്ന വേസ്റ്റ് ഫുഡ് വേസ്റ്റ് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. കാരണം മേളിലെങ്കിൽ ഒരു ഫുഡ് വേസ്റ്റിൽ ഒരു പ്ലാസ്റ്റിക്കും ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഇതുപോലെ ചെറിയ ട്രക്കിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അടുത്തത് ട്രൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.